യുവനടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതും തെളിവുകൾ നശിപ്പിച്ചതും തുടരന്വേഷണത്തിൽ വ്യക്തമായി എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വാദം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പറയൂ ശ്രീകാന്ത്. വെരി ഗുഡ് മോർണിംഗ് SKN. കുറച്ച് ദിവസമായി ഹൈക്കോടതിയിൽ വലിയ സമാധാനമില്ലാത്തൊരവസ്ഥയാണുള്ളത്. കാരണം ഓരോ ദിവസവും ഓരോ കേസുകൾ, അതും എല്ലാം തന്നെ വളരെ വലിയ കേസുകളാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന കേസുകളാണ്. അതേ ഇന്നും അങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതായത് യുവനടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് നടൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു. അതിൽ വാദം പൂർത്തിയായി ഇന്ന് വിധി പറയും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നടൻ ദിലീപിനെതിരെ ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നത്. നേരത്തെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചോർന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ. അതിന്മേലൊരു അന്വേഷണമൊക്കെ നടന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഈ വിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ജസ്റ്റിസ് സോഫി തോമസ് ആണ് ഹർജിയിൽ വിധി പറയുക. വിധിയാണെങ്കിൽ ഒരുപക്ഷെ 10:15 ഉണ്ടാകാറാണ് പതിവ്. പരമാവധി പോയാൽ ഒരു 11 മണിയൊക്കെ. ആ ഘട്ടമാകുമ്പോഴേക്കും വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഇന്ന് കോടതിയിൽ നിന്നും പുറത്തു വരുന്നു. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ശ്രീകാന്ത് പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ നിന്ന് ഈയിടെ ഒരു വിധി വന്നല്ലോ. നമ്മുടെ TP ചന്ദ്രശേഖരൻ കേസ്, ആ വധക്കേസിലെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകിക്കൊണ്ടൊരു വിധി വന്നു. ഈ വിധി വെളിച്ചം വീശുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗൂണ്ടകളെയൊക്കെ പല രാഷ്ട്രീയ കൊലപാതകത്തിനും ഉപയോഗിക്കുമ്പം ഈ പാർട്ടിക്കാർ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ഈ കുടുംബത്തെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിന്നെ ഞങ്ങൾ പുഷ്പം പോലെ ഊരിയെടുക്കും എന്ന് ഇവർ പറയുന്നത്. പുഷ്പം പോലെ ഇങ്ങ് ഊരും എന്നുള്ളത് നിയമവാഴ്ചയുടെ പല്ലിടിച്ച് കാണിക്കുന്ന തുല്യമാണ് ഈ ഊരിയെടുക്കലെന്ന് പറയുന്നത്. അപ്പോൾ പലരും സെൻട്രൽ ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അനാവശ്യമായി പരോൾ കൊടുക്കുക, അവർ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കുക, കൊലക്കേസിലോ അല്ലെങ്കിൽ മറ്റുള്ള കേസിലോ ഒക്കെ പ്രതിയാകുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവമായിരുന്നു. അതിൻ്റെ ചങ്കിനാണ് ഹൈക്കോടതി ഇട്ടൊരു കുത്തു കൊടുത്തത്. അതായത് പാർട്ടി വിചാരിച്ചാലും ഭരണഘടനാ നിയമത്തിൻ്റെയും അനുശാസനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പോകൂ, നിയമവാഴ്ചയിൽ കയറി കളിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഇത്തരം കുത്തിച്ചാക്കാൻ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്നറിയാമോ? ഈ പാർട്ടിയിലെ നേതാക്കന്മാർ സ്വന്തം തടി രക്ഷിക്കാനും പാർട്ടിയെ വേറൊരു വഴിയിൽ പിടിച്ചു നടത്താനും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൊലക്കത്തി എടുത്ത് നിങ്ങൾ ഇറങ്ങരുത്, പ്ലീസ്.